ഇനി നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തു, കമ്പനി ഫോം ചെയ്തു, ഇനി നമ്മൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് റൗണ്ട് റേസ് ചെയ്തു, ഇനി നമ്മളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റണ ലിമിറ്റഡ് സാധനം അപ്പുറത്തേക്ക് പോയി. ഇനി അടുത്ത ഈ ഫണ്ടിങ് ആക്ച്വലി എടുക്കണത് എന്താ? സോ ലെറ്റ് മീ കം ബാക്ക്. എന്തിനാണ് എനിക്ക് ഫണ്ടിങ്? ഡെഫിനറ്റ് ഗ്രോത്ത് ക്യാപിറ്റലാണ് ശരിക്കും പറഞ്ഞ ഫണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും നമ്മൾ പറയാ സ്വന്തം ഫണ്ടാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ബ്യൂട്ടി. സെറോദനെ പറ്റി പറയുകയാണെങ്കിൽ സെറോദ നാച്ചുറലി ഗ്രോ ചെയ്ത ഒരു ബ്രാൻഡാണ്. ഒരു ഫണ്ടിങ് പോലും പുറത്ത് നിർത്തിയിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഫണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഏർലി ട്രാക്ഷൻ എത്തിയതിനു ശേഷം നമ്മൾ ചൂസ് ചെയ്യാം. എനിക്ക് കുറേയും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള നമുക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റി സീക്ക് ചെയ്യാം. ലോൺ എന്ന് പറയുന്ന ഡെറ്റ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയാസ് ഉണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ ഗ്രാൻഡ്സ് ഒരുപാടുണ്ട്. പല D2C സ്റ്റാർട്ടപ്സിനും ഇ കോമേഴ്സിനൊക്കെ നമുക്ക് ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ വെളിയിൽ നിന്നുള്ള ആക്സലറേഷൻ പ്രോഗ്രാംസ് വരെ അവൈലബിൾ ആണ്. അപ്പൊ ഏത് വേണമെന്ന് ആദ്യം നമ്മൾ ചൂസ് ചെയ്യണം. അത് കൃത്യമായ ഫണ്ട് ഡിപ്ലോയ്മെന്റ് പ്ലാൻ എന്താ പറയാ, ഫണ്ട് എക്സിക്യൂഷൻ പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഫണ്ടിങ്ങിലേക്ക് പോവാം. അതെ, ഗ്രോത്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്റെ ബിസിനസ് ഇനിയും വളർത്താൻ. അതെ, പെട്ടെന്ന് വളർത്താൻ. അപ്പൊ പെട്ടെന്ന് വളർത്താൻ, അവിടെ ആ പെട്ടെന്ന് എന്നുള്ള വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം 10 കൊല്ലം കൊണ്ട് എനിക്ക് സ്വന്തം കാശ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഞാൻ 2 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഫൗണ്ടർ എന്തിന് റെഡി ആയിരിക്കണം? കാരണം 10 കൊല്ലത്തെ ജേർണി 2 കൊല്ലം കൊണ്ട് കവർ ചെയ്യണം. അതെ. How does founder set them up for that? Yes, basically നല്ല ടീം, നല്ല സിസ്റ്റം, കറക്റ്റ് കസ്റ്റമർ അക്വിസിഷനും ഗോ ടു മാർക്കറ്റ് പ്ലാനും ഉണ്ടായിട്ട് വേണം ഫണ്ട് എടുക്കാൻ. ഫണ്ട് മാത്രമായിരിക്കും അവിടെ മിസ്സിംഗ്. കറക്റ്റ്. നമുക്ക് സ്ട്രക്ചറിങ്ങും ടീമും ഈ പറയുന്ന കസ്റ്റമർ അക്വിസിഷൻ GTM ഈ 2 പോയിന്റിനും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഫണ്ട് വാങ്ങിക്കാം. GTM ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയും. നമ്മൾ ഏത് കസ്റ്റമർ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഏത് ജോഗ്രഫിയിലാണെന്ന് കൃത്യമായി ഫൗണ്ടർക്ക് ക്ലാരിറ്റി വേണം. അതായത് നമ്മൾ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ബാംഗ്ലൂരാണോ അല്ലെങ്കിൽ ദുബായിലാണോ? ഇനി ബിയോണ്ട് സ്നാക്സിന്റെ ഷാർക്ക് ടാങ്കിന്റെ പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിയോണ്ട് സ്നാക്സ് നമ്മുടെ മാനസിന്റെ വളരെ ക്ലിയർ ആയിട്ട് വെക്കണേ. അതെ, ഈ ഇടയ്ക്ക് ഇപ്പൊ 70 CR ഫണ്ടിങ് എടുത്തു, 300 CR വാല്യുവേഷൻ ആയി. അപ്രോക്സിമേറ്റ്ലി ദേ ആർ ടച്ചിങ് 100 CR ടേൺ ഓവർ ബൈ നെക്സ്റ്റ് ഇയർ ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ജയ്പൂർ, രാജസ്ഥാൻ ആ ഏരിയയിലാണ്. അതും ഓൺലൈനിൽ. കൃത്യമായി എന്റെ കസ്റ്റമർ എവിടെയാണെന്നും ഏത് മാർക്കറ്റിലാണെന്നും അറിയേണ്ടത് ഒരു ഫൗണ്ടറുടെ ഡ്യൂട്ടിയാണ്. ഏത് ചാനലിലൂടെയാണ് എന്റെ കസ്റ്റമർ വാങ്ങിക്കുന്നത് അത് കംപ്ലീറ്റ് പുള്ളി എന്ന് പറയുന്നുണ്ട് എല്ലാം ഓൺലൈനിലാണ് വരുന്നത്. എനിക്ക് ഫണ്ട് വേണ്ടത് എന്റെ ഓൺലൈൻ എന്റെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിനെ ഫറിഷ് ചെയ്യാനും കസ്റ്റമർ അക്വയർ ചെയ്യാനുള്ള ഫണ്ട് മാത്രമേ പുള്ളി ചോദിച്ചുള്ളൂ. ബാക്കിയെല്ലാം പുള്ളി 70 lakhs ഇൻവെസ്റ്റ് ചെയ്തു, സിസ്റ്റം ഉണ്ടാക്കി. സ്കെയിൽ ചെയ്യാനുള്ള പൈസ ഇല്ല. അതും സ്പെസിഫിക്കലി ഫോർ ഓൺലൈൻ മാർക്കറ്റിംഗ്. ഗ്രോത്ത് ക്യാപിറ്റൽ, അതുകൊണ്ടാണ് അത് ഗ്രോത്ത് ക്യാപിറ്റൽ ആയത്. അല്ലാതെ എനിക്ക് ബിസിനസ് തുടങ്ങാൻ, അതായത് എനിക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ഫണ്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കും. You have to seek an external investor but you want to grow at a faster pace or 10x pace. കറക്റ്റ്. ഇനിയിപ്പോ നിങ്ങൾ പറയുകയാണ് എനിക്ക് എന്റെ ഐഡിയ $1 million ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയ ഗ്രാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഐഡിയ വർക്ക്ഔട്ട് ആവില്ലേ എന്നുള്ളത്. കറക്റ്റ്. ശരിക്കും നമ്മളൊരു സംഗതി ചെയ്ത് പ്രൂവ് ചെയ്യാതെ എങ്ങനെയാണ് അടുത്ത് പൈസ ചോദിക്കുക? നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണ്ടേ? കറക്റ്റ്. കാരണം ശരിക്കും ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന ഒരു സംഗതിയാണ് മനസ്സിന്റെ. കാരണം അവരത് ചെയ്ത് കാണിച്ച് അത് പ്രൂവ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത്. കറക്റ്റ്. ഓക്കെ.